സംവിധാനം ജോസ് ടൈറ്റസ്. ഇത് സ്നേഹാലയം. ഒരു ഓൾഡ് ഏജ് ഹോം. അത്ര പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമൊന്നും അല്ല കേട്ടത്. വളരെ സമ്പന്നരായ 5 മക്കൾ പിതാക്കന്മാർക്ക് വേണ്ടി കെട്ടിക്കൊടുത്ത മനോഹരമായ ഫ്ലാറ്റാണ്. അവരെ നോക്കാൻ വേണ്ടി വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ജോലിക്കാരനെ അവർ വെച്ചിട്ടുണ്ട്. ഇതിൽപ്പരം അവരെന്ത് ചെയ്യാൻ? മക്കളെല്ലാവരും കൂടി തീരുമാനിച്ചെടുത്ത ഒരു ഡേറ്റിൽ 3 വർഷത്തിനൊരിക്കൽ തങ്ങളുടെ പിതാക്കന്മാരെ കാണാൻ അവർ വരാറുണ്ട്. ഇന്ന് അത്തരത്തിൽ ഒരു ദിവസമാണ്. അതിന്റെ ഒരുക്കത്തിലാണ് നമ്മുടെ ജനറൽ ലോർഡ് വന്ന. കണ്ടില്ലേ, ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാരായണക്കുട്ടി, നാരായണക്കുട്ടി, ആ ബാക്കി സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ചായ ഞാൻ ഈ നിലവിളക്ക് തുറച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ആ കേക്ക് വയ്ക്കാനുള്ള സ്കൂളിൽ എടുത്തോണ്ട് വരാം. പിള്ളേ, ആ വീടി എടുത്തേക്കണേ. നാരായണക്കുട്ടി, ഇതിലിടാൻ കുറച്ച് മുല്ലപ്പൂമാല കൂടി വേണം. ആ അതൊക്കെ ഉണ്ട് ജോസഫ് ചായ. ഞാൻ 2 പാചകക്കാരെ നിർത്തിയിട്ടുണ്ട്, ഗംഭീര പാചകക്കാരാ. എങ്കിലും എന്റെ ഒരു മേൽനോട്ടം വേണം. 12 മണിക്കാവുമ്പോൾ എല്ലാം റെഡി ആയിരിക്കണം. ലഞ്ച് സമയമാകുമ്പോൾ എല്ലാവരും എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെല്ല്, വേഗം ചെല്ല്. ആ ഇങ്ങോട്ട് വെക്കേ. ജോസഫേ, കാര്യമൊക്കെ ശരിയാ. മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുന്നുണ്ട്. അതിന്റെ സന്തോഷവും നമുക്കുണ്ട്. പക്ഷെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാളത്തെ ഞങ്ങൾക്ക് മടങ്ങി പോകില്ലേ? ആ, അതൊന്നും ഇപ്പൊ നമ്മൾ ഓർക്കണ്ട. ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കി നമ്മൾ വളർത്തിയ മക്കൾ. ഡോമില്ലേ, പക്ഷികളെത്താൻ കണ്ടിട്ടില്ലേ? അമ്മക്കിളിയും അച്ഛൻകിളിയും കൂടി ദൂരെ എങ്ങോ പോയി തീറ്റ ശേഖരിച്ചു കൊണ്ട് വന്ന് കൊടുക്കും. പറക്കം വിട്ടുമ്പോൾ, ചിറ കുറയ്ക്കുമ്പോൾ കുഞ്ഞു കിളികൾ അങ്ങ് പറന്നു പോകും. പക്ഷികളെപ്പോലെയാണല്ലോ മനുഷ്യർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അയ്യൂബിയുടെ കൊല്ലം ബ്രാഞ്ചിൽ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. മോളുടെ ഹൗസ് സർജൻസിക്ക് മോൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസിലൊക്കെ താമ്പെടുന്ന് നെട്ടോട്ട് കൊടുക്കുന്നത്. വീട് വയ്ക്കാൻ നേരത്തെ എടുത്ത ലോൺ വേറെ. പിന്നെ നിഷ്കാമകർമ്മം ചെയ്യുക എന്നല്ലേ നിങ്ങളുടെ വേദപുസ്തകങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. പഠനം കഴിഞ്ഞപ്പോൾ മക്കൾ 2 UK പോകണമെന്ന് പറഞ്ഞു. അതിനുള്ള പൈസയിൽ ഞാൻ തന്നെ ഓടി നടന്ന് സമ്പാദിച്ചു. അവർക്ക് അവിടെ ജോലി ശരിയായി സ്ഥിരതാമസവും ആക്കി. അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മക്കളല്ലേ, മക്കൾ സുഖമായി ജീവിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കൂ. എനിക്കാകെ ഉണ്ടായിരുന്ന കൂട്ട് എലിസബത്ത് ആയിരുന്നു. എൻ്റെ മോൻ അവളെ കൂടി അങ്ങ് കൊണ്ടുപോയി. അവൾ വിചാരിച്ചത് മോൻ്റെ സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന്. അവിടെ സർവന്റിനൊക്കെ ഇപ്പം 3 രൂപ കൊടുക്കണമെന്നാ. ഇതാകുമ്പം ഒന്നും കൊടുക്കണ്ട, അമ്മയെ കൊണ്ടുപോയി എന്ന പേരുമായി. ഓ, എൻ്റെ സ്ഥിതി ഇത് തന്നെ. തൻ്റെ മക്കൾ UK. എനിക്കൊരു മോനുള്ളത് അങ്ങ് അബുദാബിയിൽ. അവൻ്റെ അമ്മയെ അങ്ങ് കൊണ്ടുപോയി. പറ്റുന്നത്രയും സമയം എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ കയറി വെള്ളം കറങ്ങി നടക്കുന്നതാണോ. ഇപ്പം പുറലോകം കാണാതെ ഏതോ ഫ്ലാറ്റിനുള്ളിൽ അടച്ചിട്ട മതിയിൽ കൊച്ചിനെ നോക്കി ഇരിക്കുക. ഇവരൊക്കെ ഉപേക്ഷിച്ചാലും
അയ്യോയുടെ പെൻഷൻ കൊടുത്തോളം കാലം നമുക്കൊരു ഉറപ്പുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട് പിള്ളേ. നമ്മൾ പിരിഞ്ഞ സമയത്തുള്ള പെൻഷൻ മാത്രമല്ലേ മരണം വരെ കിട്ടുന്നുള്ളൂ. ജീവിത ചെലവുകൾ ആകെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പെൻഷൻ തുക മാറുന്നുണ്ടോ? ഇല്ല. പിള്ളേരിപ്പോൾ അയച്ചിരുന്ന പൈസയും കൂടി നിർത്തിയാൽ നമ്മൾ നഷ്ടം തിരിയും. അത് ശരിയാ. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമാണെങ്കിൽ അത് വേറെ വഴിക്ക്. IBS സ്കീമിൽ ചേരണമെന്നാണ് സംഘടന പറയുന്നത്. സ്വതന്ത്രമായിട്ട് ചേരുന്നവരിന്ന് അനിശ്ചിതത്വത്തിലുമാണ്. IBA എന്താണോ കരുതുക. പെൻഷൻ പറ്റിയ ബാങ്ക് ജീവനക്കാരെ കൊണ്ട് തോറ്റു. അവർ തമ്മിൽ കണ്ട പാരാദൂരം പറച്ചിലേ ഉള്ളൂ. ഇന്നൊരു ദിവസമെങ്കിലും ഇത് നിർത്തിക്കൂടെ? ജീവിതത്തെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട് പറഞ്ഞു പോയതാണേ. ഒന്ന് ക്ഷമിക്കണോ? ആ, ക്ഷമിച്ചിരിക്കുന്നു. ഞാനൊരു വലിയ ത്രില്ലിലാണ്. ട്രീസയെ കാണുന്നതിന്റെ ഒരു ത്രില്ല്. കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 6 വർഷമാകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം കേക്ക് കുറച്ച് പങ്കിട്ടിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. പിന്നെ കാലാക്കി അതൊക്കെ ഐഡിയ. ആ, പറഞ്ഞു തീർന്നില്ല ട്രീസയാ. ഹലോ, നിങ്ങൾ നിർത്താറായോ? ഞങ്ങൾ നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഡാനി, റിയലി സോറി. അവർക്ക് 2 ആൾക്ക് ലീവ് കിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും പോകാമെന്ന് മോൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറയാനാ? ട്രീസ, നമ്മൾ കണ്ടിട്ട് എത്ര നാളായി? ഇന്ന് ഞാൻ എത്രമാത്രം ആശിച്ചു പോയെന്നറിയാമോ? നമ്മളെ 2 ആളെയും കൊണ്ട് കേക്ക് മുറിപ്പിക്കാണ്ടിരിക്കുകയായിരുന്നു ഇവര്. ദാ ആ കേക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഡിയർ ഡാനി, അവരുടെ ചെലവിലല്ലേ ഞാനിവിടെ കഴിയുന്നത്. അപ്പോ അവർ പറയുന്നത് പോലെ ചെയ്യണ്ടേ? അവരെ കൊണ്ടുവരണ്ടേ? അത് ടിക്കറ്റ് എടുത്ത് തരണ്ടേ? എനിക്കും ഡാനിയെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ട്രീസ, നീ ഇനി ഒന്നും പറയണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുമില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. അവർക്ക് എന്നോട് സ്നേഹമില്ല. അല്ലെങ്കിൽ അവർക്ക് അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാമായിരുന്നില്ലേ? അങ്ങനെയൊന്നും ആവില്ല. അവരുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ. ഞാൻ ആകെ തകർത്തു പോയി. സമാധാനിക്കേണ്ട കാര്യം. എന്താ കാര്യം? ട്രീസ ഇന്ന് ഉറപ്പായി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഡാനി. അവർക്കെന്തോ അത്യാവശ്യ കാര്യം. വരാൻ പറ്റില്ല. സമയമില്ല ഡാനി. തനിക്ക് എപ്പോഴെങ്കിലും വരുമെന്ന് കാത്തിരിക്കാവുന്ന ട്രീസിയെങ്കിലുമുണ്ട്. എൻ്റെ സ്നേഹമാണ്. നേരത്തെ അങ്ങ് പോയില്ലേ? അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒറ്റപ്പെടുമായിരുന്നില്ല. ജീവിതകാലം മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടു. മകനെ പഠിപ്പിച്ച് വലുതാക്കി. അവൻ അവൻ്റെ ഭാര്യയോടൊപ്പം പോയി. ശിഷ്ടകാലം സൈന്യവേലത്ത് നാട്ടിൽ താമസിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നാട്ടിലെത്തും മുമ്പേ അവൾ എന്നെ ധരിച്ചാക്കിയാണ് പോയി. സുലൈമാനെ, ആ മോളാ അലീന, വീഡിയോ കോളിലാ. ആ മോളെ, ഞാൻ വെയിറ്റ് ചെയ്യുക. ഡാഡി, ഇന്ന് വരുമ്പോ നടക്കില്ല. അറിയിക്കാൻ താമസിച്ചത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാ. എനിക്ക് വരാൻ പറ്റില്ലെന്നും ഡാഡിയെ വിളിച്ചെന്ന് പറയണമെന്നും ഞാൻ ചാച്ചിനെ വിളിച്ച് പറഞ്ഞിരുന്നു. വിളിച്ചു പറയുന്ന കാര്യം ചാച്ചി സോണി ഏൽപ്പിച്ചു. അവൾ അത് മറന്നു പോവുകയും ചെയ്തു. അവർക്കും വരാൻ കഴിയില്ല. അപ്പൊ പിന്നെ മമ്മിക്കും വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ധൃതി വെച്ച് വരണമെന്നില്ല. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് സാരമില്ല മോളെ.
അപ്പൊ പിന്നെ ചക്രമുത്ത അവിടെ ഇല്ലേ? കിങ്ങിണിയോ? ദേ അവളിവിടെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുക. ഞാൻ അവിടെ ഒന്ന് കാണട്ടെ. ഒന്ന് മോളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ഹായ് ഹായ് അപ്പൂപ്പ. ഹായ് കിങ്ങിണി ബാവേ. അപ്പൂപ്പ, ഈ മമ്മി എന്നെ പറ്റിച്ചു. ഈ അപ്പൂപ്പന്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നയാ. ഈ മമ്മി എപ്പോഴും ഇങ്ങനെയാ, പണി പറ്റിക്കും. മോള് മമ്മിയോട് വിടനല്ലേ? മമ്മി വലിയ ഡോക്ടറല്ലേ, ജോലി തിരക്കുണ്ടാവും. മോള് ഫോൺ വെച്ചു.